ഇന്നപ്പോൾ സൺഡേ ആയ കാരണം വീട്ടിൽ ആരുമില്ല. പക്ഷെ എന്നാലും നമുക്ക് പണിയുണ്ട്. അപ്പോൾ കണ്ണൊക്കെ ഒന്ന് നനച്ച് തുടച്ച് നമുക്ക് പണിയിലേക്ക് ഇറങ്ങാം. ചിക്കനാണ് ഇന്നത്തെ പണി കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു സ്പെഷ്യൽ ടൈപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വേവിച്ചെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കീറിയിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തേട്ടാ. അതേ കുക്കറിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ മാറ്റിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പെരിഞ്ചീരകവും തേങ്ങാക്കൊത്തും ഇട്ടൊന്ന് വഴറ്റണം. അതിന് ശേഷം നമ്മുടെ സബോളയും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തക്കാളി ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ പൊടികളതിലേക്ക് തട്ടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല അതെല്ലാം അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി വരുമ്പോൾ വേവിച്ച ചിക്കനും കുറച്ച് ചിക്കൻ സ്റ്റോക്ക് എടുത്ത് ഒഴിച്ച് ഒന്ന് ഗ്രേവി പരുവാക്കണ്ട, ഡ്രൈ ആക്കി ഈ പരുവാക്കി എടുത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് ആ കുക്കർ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കുക. കുറേ കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇത് ശരിക്കുണ്ടല്ലോ ആ കറിയുടെ ഇത്തിരി ഗ്രേവി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവി എല്ലാം കൂടി കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു ഐറ്റം ഉണ്ടാക്കിയിട്ട് അത് അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് വരുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എൻ്റെ അമ്മേ, രാവിലെ തൊട്ട് ഇതുമുള്ള പണിയായിരുന്നു. പക്ഷെ ഇപ്പം സെറ്റായി ഒടുക്കത്തെ സന്തോഷം, ആനന്ദാശ്രു.